നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കരുത് എന്നതാണ് അവരുടെ ആവശ്യം. അതായത് ഇറാനെ തീർക്കണം, ടെഹ്റാൻ കത്തിക്കണം, ആണവ കേന്ദ്രങ്ങൾ തകർക്കണം, ഇറാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയരുത്, അത്തരത്തിൽ ഇറാനെ ആക്രമിക്കണം എന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ആവശ്യമാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ പഴയ ആത്മവിശ്വാസമില്ല, അത്രക്ക് ധൈര്യമില്ല ഇറാനെ ആക്രമിക്കാൻ. ഇറാനെ ആക്രമിക്കും, കീഴ്പ്പെടുത്തും, കീഴടക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ് അമേരിക്കൻ പ്രസിഡന്റ്. അതുപോലെ തന്നെ പടക്കപ്പലുകളൊക്കെ കാണിച്ച് ഇറാനെ ഭയപ്പെടുത്തിയതാണ്, ഭീഷണിപ്പെടുത്തിയതാണ്. ആ പടക്കപ്പലുകളൊക്കെ ഇപ്പോൾ ഷെഡിൽ കയറ്റിയിരിക്കുകയാണ്. USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ ക്രൊയേഷ്യയിലാണ്. അറ്റകുറ്റപ്പണികൾക്കായി അവിടെ എത്തിച്ചിരിക്കുകയാണ്. അറ്റകുറ്റപ്പണിയൊക്കെ തീർത്ത് പുറത്തിറക്കാൻ 2 വർഷമെങ്കിലും എടുക്കും എന്നതാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ പുതിയ പടക്കപ്പലുകളൊക്കെ യുദ്ധമുഖത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. 3500ഓളം മറീനുകളെ ഈ പടക്കപ്പലുകളിൽ എത്തിച്ചിട്ടുണ്ട്. കരയുദ്ധത്തിനു വേണ്ടി 10,000ഓളം സൈനികരെയും ട്രംപ് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ട്രംപിന്റെ ഈ സന്നാഹങ്ങളെ 10 ലക്ഷം സൈനികരെ അണിനിരത്തിക്കൊണ്ടാണ് ഇറാൻ നേരിടാൻ ഒരുങ്ങുന്നത്. ട്രംപിനെ സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും കരയുദ്ധത്തിന്, ഞങ്ങളുടെ മണ്ണിൽ നിന്ന് കരയുദ്ധത്തിന് വരുന്ന അമേരിക്കൻ സൈനികരെ പെട്ടിയിൽ പോലും കൊണ്ടുപോകാൻ അവർ ബാക്കിയുണ്ടാകില്ല എന്ന ഭീഷണിയാണ് ഇറാൻ മുഴക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഇറാൻ മുഴക്കുന്നത് മാത്രമല്ല, ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കക്ക് വലിയ തിരിച്ചടികളും ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നേരിടേണ്ടി വന്നു. റഡാറുകളുടെ കണ്ണുകൾ വെട്ടിക്കാൻ പോലും കഴിയുന്ന യുദ്ധവിമാനമാണ് F-35 എന്ന് പറയുന്ന വിമാനം എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കിയിരുന്ന വ്യക്തിയാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇപ്പോൾ ഈ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയ 20ഓളം സഖ്യരാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ്. ഈ വിമാനത്തെ കഴിഞ്ഞ ദിവസമാണ് ഇറാൻ വെടിവെച്ചിട്ടത്. അതിനുശേഷം F-18, F-16 വിമാനങ്ങളും, ഇപ്പോൾ ഇവിടെ അമേരിക്കയുടെ പറക്കും റഡാർ എന്നറിയപ്പെടുന്ന ഒരു വിമാനവും ഇവിടെ ഇറാൻ വെടിവെച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ബേസുകൾ അത് കൃത്യമായി മനസ്സിലാക്കി അവിടെ ആക്രമണം നടത്താൻ ഇറാൻ ഇപ്പോൾ കഴിയുന്നു. ഏറ്റവും അവസാനം ഡീഗോ ഗാർഷ്യയിലേക്ക്, 4000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഡീഗോ ഗാർഷ്യയിലേക്ക് പോലും ഇറാന്റെ മിസൈലുകൾ എത്തി. ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി കിട്ടിയതിന്റെ ഭാഗമായി, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ട്രംപിന് ഇപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ധൈര്യമില്ല. അമേരിക്കയിൽ ഇപ്പോൾ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്ന് ഇറാനെ ആക്രമിച്ചതിന്റെ ഭാഗമായി, യുദ്ധം തുടരുന്നതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്, വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് നാഴികക്ക് 40 വട്ടം വാക്ക് മാറ്റുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ട്രംപിന് ഒരു രൂപവുമില്ല. അങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് വെച്ചാൽ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നത് തന്നെയായിരിക്കും ട്രംപിന്റെ തീരുമാനം. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയൊക്കെ ട്രംപിനെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ട്രംപിന് അങ്ങോട്ട് ഇറങ്ങാനുള്ള ധൈര്യമില്ല. തൽക്കാലം വെടി നിർത്തുന്നു എന്ന് ട്രംപ് ആദ്യം 48 മണിക്കൂറാണ് ആദ്യം സമയം കൊടുത്തത്. പിന്നീട് 5 ദിവസവും 10 ദിവസവും ഒക്കെ ട്രംപ് തന്നെ നീട്ടി. ആരും ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇറാൻ ഇങ്ങോട്ട് ചർച്ച ചെയ്തു എന്ന് ട്രംപ് പലപ്പോഴും പറഞ്ഞു. എന്നാൽ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ പോയിട്ടില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഗൾഫ് രാജ്യങ്ങളുടെ, അതായത് തുർക്കിയുടെയും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെയും ഖത്തറിന്റെയും ഒക്കെ വിദേശകാര്യമന്ത്രിമാർ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി പോയി എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇറാനെ കൊണ്ട് ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ട ഒരു ഇടപെടൽ നടത്താനാണത്രേ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം, ഈ ഒരു ചർച്ച അതിനു വേണ്ടിയുള്ളതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോഴും ഇവിടെ ഇറാനെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കുക, ഇറാനാണ് ഇപ്പോൾ വഴങ്ങാതെ നിൽക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും എന്നോ റെഡിയാണ്, പക്ഷെ ഇറാൻ തയ്യാറല്ല. ഇറാനെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കുക, ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ് ഇസ്ലാമാബാദിൽ നടക്കുന്നത്. ഇതും ട്രംപ് മുൻകൈയെടുത്ത് നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയ ഒരു നീക്കമാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്.